കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഏഷ്യയിലെ പ്രമുഖ നേത്രചികിത്സാ സ്ഥാപനമായ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും കൊല്ലം ജില്ലാ അന്ധത കാഴ്ച വൈകല്യ നിയന്ത്രണ പരിപാടിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 72ാമത് സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചു. ഏപ്രിൽ 26 ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കല്ലുവാതുക്കൽ UP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് കർമ്മയോഗി ഏകർഷി സർവ ആത്മമിത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത്രയും വലിയ പ്രവർത്തനങ്ങളാണ് റുവാൽ സിംഗും ഷാജിയും ഇവിടെ നടത്തുന്നതെന്ന്. ഇത് കാണാനുള്ള ഒരു അവസരം നൽകിയതിന് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. പ്രഭാഷണങ്ങളല്ല, പ്രവർത്തനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. പ്രവർത്തനങ്ങൾ നമ്മൾ തുടക്കത്തിലേ, അതായത് നമ്മുടെ നേഴ്സറി മുതൽ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. അവരുടെ കാര്യങ്ങൾ അവർ തന്നെ സ്വയം ചെയ്യണം. ആ രീതിയിലുള്ള, അതായത് അമ്മമാർ കുട്ടികളെ പുറകിലൂടെ നടന്ന് അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ സോൾവ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ഒരു തലമുറയെ തന്നെ വളർത്തിയെടുക്കണം. അങ്ങനെയുള്ള സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറണം. ആ ഒരു ആഗ്രഹമാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രവർത്തനം തന്നെയാണ്. നമുക്ക് ആയുർവേദം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ ആയുർവേദം, യോഗം, ഈ രണ്ടും നമ്മുടെ സമ്പത്താണ്. ആ സമ്പത്തിലൂടെ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വന്നതിന് ശേഷം അതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പ്രിവെൻഷൻ. ഇപ്പം ഞാൻ കഴിഞ്ഞ 35 വർഷങ്ങളായിട്ട് യോഗം മറ്റ് പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ മനസ്സ് ഇന്ന് ആയുർവേദത്തിലേക്കും യോഗത്തിലേക്കും വരുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം സമ്പത്തിനെയും സംസ്കാരത്തെയും ബഹുമാനിക്കുകയും വില കൊടുക്കുകയും വേണം എന്നുള്ള കാര്യം മറക്കരുത്. കാരണം ഒരുപാട് ചികിത്സാ രീതികൾ ആയുർവേദത്തിലുണ്ട്. യോഗശാസ്ത്രത്തിൽ തന്നെ കണ്ണിന് യാതൊരു പ്രയാസങ്ങളും വരാത്ത രീതിയിലുള്ള പ്രത്യേക നേത്രയോഗ എന്ന് പറയുന്ന സംവിധാനം വരെയുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്തായാലും എല്ലാവർക്കും നന്മ നേരുന്നു. ഇതിനുവേണ്ടി എത്തിച്ചേർന്ന എല്ലാ ഡോക്ടേഴ്സിനും അവരുടെ കൂടെയുള്ള നഴ്സുമാർക്കും എല്ലാവർക്കും നന്മ നേരുന്നു, നന്ദി പറയുന്നു. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റുവൽ സിംഗ് എം സ്വാഗതം ചെയ്ത് സംസാരിച്ചു. ഈ 10 വർഷത്തിനിടയിൽ ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ക്യാമ്പിലൂടെ വന്നു പോയത്. 10,000-കണക്കിന് ഓപ്പറേഷനുകൾ നമുക്ക് ഈ ക്യാമ്പിലൂടെ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ നേത്രചികിത്സാ ക്യാമ്പായിട്ടാണ് ഈ ക്യാമ്പിന് ഇന്ന് അരവിന്ദ് കണ്ണാശുപത്രി അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇന്ന് 1500-ൽ പേർത്ത ആളുകളാണ് ഈ ക്യാമ്പിൽ 4 ജില്ലയിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്. കണ്ണിൻ്റെ കാഴ്ച അല്ലെങ്കിൽ കണ്ണിൻ്റെയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചികിത്സയും ഇവിടെ കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് എല്ലാ മാസവും നടക്കുന്ന ഈ ക്യാമ്പിൽ എല്ലാവരും എത്തിച്ചേരുന്നത്. ഈ ക്യാമ്പിൽ ഓരോ മാസവും പല പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൻ്റെ സംഘാടകർ നിയന്ത്രിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറമാണ് ഈ ക്യാമ്പിൻ്റെ ഇപ്പോഴത്തെ ചില സമയങ്ങളിലുള്ള ഇവിടെ എത്തിച്ചേരുന്ന ആളുകളുടെ ഇടപെടലുകൾ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകളും
എന്നെ ഫോൺ വിളിച്ചിട്ടാണ്. ഈ 1500 പേര് പുറത്ത് ആൾക്കാർ ഫോൺ വിളിക്കണമെങ്കിൽ എത്ര സമയമെടുക്കുമെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. ഇന്ന് രാവിലെ നല്ല തിരക്ക് നിൽക്കുന്ന സമയത്ത് ഒരു അമ്മ വിളിക്കുന്നത്, എനിക്ക് കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ വന്നതാണ്, എനിക്കിന്ന് ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ. അമ്മ അങ്ങ് തീരുമാനിച്ചിരിക്കുക എനിക്ക് ഓപ്പറേഷൻ ചെയ്തേ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞ അമ്മയുടെ അടുത്ത് പറഞ്ഞ്, അമ്മ ഡോക്ടറെ കാണാം, ഡോക്ടർ കണ്ടിട്ട് ഡോക്ടർ പറയുന്നതനുസരിച്ച് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം, അതല്ല എനിക്കിന്ന് ഓപ്പറേഷൻ ചെയ്യണം. ഇതൊക്കെയാണ് കാര്യങ്ങൾ. എന്നാൽ ഒരു കാര്യം ചോദിച്ച് മനസ്സിലാക്കി ആ ഫോൺ കോൾ അങ്ങ് മതിയാക്കിയാൽ ഞങ്ങൾക്കും അത്രയും സന്തോഷമാണ്. കഴിഞ്ഞ മാസവും ഇവിടുന്ന് ക്യാമ്പിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഇന്ന് രാവിലെ ആ അമ്മയ്ക്ക് ടോക്കൺ കൊടുത്തില്ല. ആ അമ്മ അവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. അവൻ്റെ ക്യാമ്പിൻ്റെ കോർഡിനേറ്റർമാർ വിളിച്ച് പറഞ്ഞ് ആ അമ്മയെ ഇന്ന് പരിശോധന നടത്തണ്ടെന്ന് വരെ പറഞ്ഞു. ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മറ്റൊരു ലോകത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ നാടല്ല, മറ്റു നാടുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതനുസരിച്ച് അടക്കവും മര്യാദയും കാണിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു വരണം. ഇതൊന്നുമില്ല, നമ്മളെ നാട്ടിൽ കാണിക്കുന്നതിൻ്റെ അപ്പുറമാണ് അവിടെ ചെന്നിട്ട് ആ ഹോസ്പിറ്റലിലെ മാനേജ്മെൻ്റ് അടുത്തും സ്റ്റാഫുകളുടെ അടുത്തും എല്ലാം പെരുമാറുന്നത്. ഏറെ വിഷമമാണ്. ഇപ്പം നിങ്ങൾ കാരണം ഒരു ക്യാമ്പ് നിർത്താണ്ടി വന്നാൽ സാധാരണക്കാർക്ക് ഒട്ടനവധി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്കറിയാം, തിമിരവുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ 24,000 രൂപ 30,000 രൂപ അതിന് മുകളിലോട്ടാണ് തിമിരത്തിൻ്റെ ഓപ്പറേഷന് മേടിക്കുന്നത്. ഓരോ മാസം 300-350 ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. എത്ര കോടി രൂപയുടെ സാമൂഹിക പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളതിനെ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് ഒരു പൈസ പോലും ചിലവാകുന്നില്ല, വണ്ടിക്കൂലി ചിലവാകുന്നില്ല, നിങ്ങൾക്ക് ആൾ വേണമെന്ന് നിർബന്ധമില്ല. ഇതെല്ലാം നടത്തി ഇത്തരം ക്യാമ്പുകൾ നടത്തുമ്പോൾ നിങ്ങളാണ് ഞങ്ങളോടൊപ്പം സഹകരിക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ മതിയാക്കിക്കൊണ്ട് ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം ഇന്ന് ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് ചൂടാണ്, നിങ്ങളെല്ലാവരും സഹകരിക്കണം. നിങ്ങൾക്ക് വേണ്ടുന്ന വെള്ളങ്ങളും മറ്റ് സൗകര്യങ്ങളെല്ലാം നിങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്. കൂടെ ഇരിക്കുന്ന ആളുകളൊന്ന് തളർച്ച കണ്ടാൽ ഓടി വന്ന് ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾ അറിയിക്കാതിരിക്കരുത്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട കാര്യമാണ്, എത്തിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഞങ്ങൾക്ക് ഈ ക്യാമ്പ് നടത്താനുള്ള പെർമിഷൻ പോലും ഇല്ല. ഇന്നലെ കൊല്ലം ജില്ലാ കളക്ടർ അവിടെ വിളിച്ചു ചേർത്ത യോഗത്തിൽ പോലും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള ക്യാമ്പുകളും ആൾ കൂടുന്ന പരിപാടികൾ സംഘടിപ്പിക്കേണ്ട എന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ കണ്ണിൻ്റെ ഓപ്പറേഷനാണ് ഞങ്ങൾക്ക് വലുത്. അതുകൊണ്ടാണ് ഇത്തരം ക്യാമ്പുകൾ പോലും നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിക്കണം. ഇന്ന് ചൂട് കൂടിയതുകൊണ്ട് ഏറെ ഞങ്ങൾ പ്രയാസപ്പെട്ടാണ് ഈ ക്യാമ്പ് തന്നെ സംഘടിപ്പിക്കുന്നത്. അതിനോടൊപ്പം ആരെങ്കിലും തളർന്നു വീണാൽ പിന്നെ അത് അറിയാമല്ലോ, പത്രങ്ങളിലും മാധ്യമങ്ങളിലെല്ലാം വാർത്തകളാവും. ആ പെരുപ്പിക്കൊണ്ട് പിന്നെ അത് ഞങ്ങളെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളോടൊപ്പം സഹകരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ക്യാമ്പ് നടത്തുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം, ഞങ്ങൾ തൊട്ടടുത്ത വയോജന കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. അവിടെയും ഉദ്ഘാടനം ഏതാണ്ട് അടുത്ത മാസം നടക്കേണ്ട സാഹചര്യമാണ്. ആ നടക്കുന്ന പുതിയ മന്ദിരത്തിൻ്റെ അവസാന ഘട്ട പണികളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 100 പേർക്ക് താമസിക്കാനുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുന്നത്. അപ്പോഴാണ് ഇന്ന് രാവിലെ നമുക്ക് വലിയൊരു വാർത്ത പത്രത്തിലൂടെയും ഇന്നലെ ദൃശ്യമാധ്യമത്തിലൂടെ നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിഞ്ഞ എന്താ, ഒരമ്മയെ സ്വന്തം മകൻ കഴുത്തറുത്ത് കൊന്നിരിക്കുന്നൊരു വാർത്തയാണ്. എന്നും ഇത് തന്നെയാണ്. മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് കാണാനും കേൾക്കാനും കഴിയാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് ഞങ്ങൾക്കും ഓർക്കുവാനും ഉള്ളത്. കാര്യം ഇന്ന് സമുദ്രതീരത്തും കൂട്ടുകുടുംബത്തിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരച്ഛന്മാർക്കും ഒരമ്മമാർക്കും അത്തരം വേവലാതികളില്ല. മകൻ വെട്ടിക്കൊല്ലുമെന്നോ അല്ലെങ്കിൽ ബന്ധുക്കൾ വെട്ടിക്കൊല്ലുമെന്നോ അങ്ങനെ ഒരു പേടിയും ഇല്ലാത്ത ഒരു വീട്ടിലാണ് ഇന്നവർ താമസിക്കുന്നത്. ഞാനീ പറഞ്ഞത് വേറൊന്നുമല്ല, ചില ആളുകളുടെ മനസ്സിൽ ഈ വയോജന കേന്ദ്രം കേൾക്കുമ്പോൾ എന്തോ ഒരു അറപ്പാണ്. വയോജന കേന്ദ്രത്തിൽ താമസിക്കുന്ന ആളുകളെയും ചില ആളുകൾക്ക് പുച്ഛമാണ്. പക്ഷേ ഇത് ചില ആളുകൾ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. മറ്റു ചില ആൾക്കാർക്ക് അങ്ങനെയല്ല. എന്താ നിങ്ങൾ പറയുന്നത് ശരിയാവാം. ചില വയോജന കേന്ദ്രങ്ങൾ, ഞാൻ എല്ലാവരെയും എടുത്ത് പറയുന്നില്ല, ചില വയോജന കേന്ദ്രങ്ങൾ അങ്ങനെ ആയിരിക്കാം നടത്തുന്നത്. എന്നാൽ അതിനപ്പുറം നടത്തുന്ന വയോജന കേന്ദ്രങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ വീട്ടുകളിൽ കിട്ടുന്ന അപ്പുറം സുഖവും സൗകര്യങ്ങളുമാണ്
ഇന്ന് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് വീടാണോ വലുത്, ഇത്തരം കേന്ദ്രങ്ങളാണോ വലുത്? സ്വന്തം മക്കളെ ആട്ടിപ്പുറത്താക്കുമ്പോൾ അല്ലെങ്കിൽ ബന്ധുക്കൾ അടിച്ചു പുറത്താക്കുമ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള ഒരു സമൂഹം കൂടി ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടെന്ന കാര്യം നിങ്ങളാരും മറന്നു പോകരുത്. ആ നാട്ടിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ചിത്രകാരി അതുല്യ വി എ, സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹാദരവ് നൽകി ആദരിച്ചു. തുടർന്ന് അതുല്യ വി, കരാട്ടെ മാസ്റ്റർ ഷാജി, അരവിന്ദ് കണ്ണാശുപത്രിയിലെ ഡോക്ടർ സരിത, അരവിന്ദ് കണ്ണാശുപത്രി ക്യാമ്പ് കോർഡിനേറ്റർ ഹേമേന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. എൻ്റെ പേര് അതുല്യ എന്നാണ്. ഞാനൊരു ആർട്ടിസ്റ്റാണ്. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നത്. അവാർഡല്ല, ഒരു ആദരവ് എനിക്ക് കിട്ടുന്നത്. ഇത് എനിക്ക് ഒരു അച്ചീവ്മെൻ്റായിട്ട്, ഞാൻ വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് തന്നെ കരുതുന്നുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. 72ാമത് സൗജന്യ നേത്ര ചികിത്സ നടത്തുന്ന സമുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതുപോലുള്ള നന്മ മരങ്ങളെ നമ്മൾ തിരിച്ചറിയുക, ആരും കുറ്റപ്പെടുത്താതിരിക്കുക, കുറ്റം പറയാതിരിക്കുക. അദ്ദേഹം ചെയ്യുന്ന ഒൺമാൻ ഷോയാണ് ഈ കാണുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അദ്ദേഹമായിട്ട് ഏതാണ്ട് 36 വർഷത്തെ പരിചയമാണ്. പക്ഷേ ഈ ഒരു സംരംഭം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. 72 മാസമാണ്, 72 പ്രാവശ്യമാണ് നടത്തിയിരിക്കുന്നത് ഒരു വർഷത്തിൽ. പല പല സംഘടനകളും വർഷത്തിൽ ഒരെണ്ണമൊക്കെ നടത്തുന്നു, അതോടുകൂടി കഴിയുന്നു. ഇതല്ല, ഒരു ദിനചര്യ പോലെ എല്ലാ മാസവും കൃത്യമായി നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സംരംഭമാണ്. എന്നോട് ആവശ്യപ്പെട്ടു 5-6 വോളണ്ടിയേഴ്സിനെ കൊടുക്കുമെന്ന്. ഞാൻ അറിഞ്ഞില്ല ഇത്രയും ആൾക്കാരിവിടെ ഉണ്ടാവും. ഞാൻ വെച്ച് 10-30 പേരുള്ളൊരു ചെറിയൊരു ക്യാമ്പായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ 36 വർഷമായി ഞാൻ കരാത്തെ, കബഡിയൊക്കെ ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു ഉദ്ഘാടന വേളയാണിത്. എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ഏറെ സന്തോഷപ്പെടുന്നു. ഓക്കെ, എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സോ ഇവിടെ ഓൾമോസ്റ്റ് 10 years ആയിട്ട് ഇവിടെ ക്യാമ്പ് നടക്കുന്നു. അത്ര ജാസ്തി പേഷ്യൻസ് വന്നിട്ടുണ്ട്. അത്ര പേഷ്യൻറ്റുക്കും തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും തിമിരമുണ്ടെങ്കിൽ അവരെല്ലാം അവിടെ തിരുനെൽവേലിക്ക് കൊണ്ടുപോകും. പക്ഷേ വേറെ ഏതെങ്കിലും നരമ്പിലോട്ട് ബുദ്ധിമുട്ടണം, ഇല്ലെങ്കിൽ കണ്ണിൻ്റെ പ്രഷറിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെല്ലാം ഡയറക്റ്റായിട്ട് വരാൻ പറയും. ഓക്കെ, ആരെങ്കിലും ഏതെങ്കിലും മൂളിക കളിക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി പറയണം. ദയവിട്ട് ആരും തിരക്കൂട്ടേണ്ട, എല്ലാവരും തന്നെ കണ്ടിട്ട് തന്നെ പോവും. ഓക്കെ, സ്പോൺസേഴ്സ് എല്ലാവർക്കും കുറേ നന്ദികൾ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഇത് നടക്കാൻ ചാൻസേ ഇല്ല. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് പേഷ്യൻസുക്കും വിശ്വാസത്തിന് നന്ദി. ഈ ക്യാമ്പ് ഓരോ മാസം ഓരോ ദിവസം പോലും മുടക്കാതെ ഈ ക്യാമ്പ് നടത്തുന്ന മാൻ ബിഹൈൻഡ് ദ ഷോ മിസ്റ്റർ റൂൽ സിംഗ് സാറിനും ഇവിടെയുള്ള എല്ലാവർക്കും, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്വൈസർ, ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഓഫീസർ, ഹോസ്പിറ്റൽ ക്യാമ്പ് ഇൻചാർജ് ഡോക്ടേഴ്സ്, നമ്മുടെ സ്റ്റാഫ് എല്ലാ സർവേഡും നന്ദി അറിയിക്കുന്നു. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷമായി എല്ലാ മാസവും അവസാന ഞായറാഴ്ച സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടത്തി വരുന്നുണ്ട്. ആകെ 500 പേർ പരിശോധന നടത്തിയ ക്യാമ്പിൽ നിന്നും 250 പേരെ തിമിര ശസ്ത്രക്രിയയ്ക്കായി തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.